കുറച്ചായി ഞാൻ ഷോർട്സിൽ മാത്രം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീച്ചപാട് ഒന്ന് കൊലായിലൊക്കെ വന്ന് ഒന്ന് വെറുതെ ഒന്ന് അങ്ങോട്ട് ചുറ്റുപാടൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ നിത്തുവിനും കൊണ്ട് ബ്രഷ് ചെയ്യാനൊക്കെ പോയിട്ടു. നിത്തുവിന് ഒക്കത്തിരിക്കുകയാണെങ്കിൽ ഓൻ്റെ ബ്രഷ് പിടിച്ച് വലിക്കും. അപ്പോൾ ഞാൻ ഓനപ്പോൾ സൈക്കിളിലാണ്ട് ഇരുത്തോട്ടോ. സൈക്കിളിൽ ഇരുത്തിയാൽ പിന്നെ ഓൻ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ അങ്ങോട്ട് ചിരിച്ച് കളിച്ചിരുന്നോളും. പിന്നെ ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇപ്പോൾ അവന് ഒരു 5-6 പല്ല് വന്നിട്ടുണ്ട്, 2 പല്ലും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്, 6 പല്ലായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ബ്രഷ് വാങ്ങിയിട്ട് നമ്മൾ നല്ല സിലിക്കോണിൻ്റെ ടൈപ്പ് ഉണ്ട്, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയതല്ല, അത് അവൻ്റെ മേമ ഗിഫ്റ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പം അവനെ പല്ലേൽപ്പിക്കുന്നത്. അപ്പോൾ അവന് കുഴപ്പമില്ല, അവന് ഇഷ്ടമാണ്. പക്ഷെ അവനിങ്ങനെ കടിക്കണത് അതിങ്ങനെ ഒരു നെളിപിളി ആയതുകൊണ്ട് അവന് കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നേരെ അച്ചാച്ചൻ്റെ അടുത്തേക്ക് കേട്ടോ പോകും. അവൻ അച്ചാച്ചൻ്റെ അടുത്തേക്കൊന്ന് പോകണം. അപ്പോൾ അച്ഛന് പത്രം വായിക്കുന്നതുകൊണ്ട് അച്ഛൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇവനെ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുത്തി. പിന്നെ ഞങ്ങളിങ്ങനെ വണ്ടി ഉരുട്ടി അമ്മമ്മേരുടെ അടുത്തേക്കും എല്ലായിടത്തേക്കും ഒന്ന് പോയി. ഇവൻ എന്തൊക്കെ പിടിച്ച് വലിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ അവൻ പിടിച്ച് വലിക്കും കേട്ടോ പോകുന്ന വഴിക്കും. അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും അമ്മ സെറ്റാക്കുന്നുണ്ട്. എനിക്ക് പിന്നെ എൻ്റെ വീട്ടിലാകുമ്പോൾ പ്രത്യേകിച്ച് വലിയ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ഞാൻ പണിയെടുക്കുന്ന കാര്യമൊന്നും വലിയ കണ്ടിട്ട് ഇടയ്ക്കും തലയ്ക്കും എനിക്ക് തോന്നിയാൽ മാത്രം കേട്ടോ. പിന്നെ അവനപ്പം കിട്ടിയതാണ് തല കൊണ്ട് ഇങ്ങനെ ആട്ടുന്ന അവൻ്റെ മാമൻ പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉലുവേൻ്റെ വെള്ളം അച്ഛൻ ഉണ്ടാക്കിയേക്കും. അപ്പോൾ അതും ഞാൻ രാവിലെ കുടിക്കലുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ ശീലമാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കുടിച്ച് പിന്നെ അവനെ സൺഡി3 കൊടുക്കലുണ്ട്. ഒരു വയസ്സ് വരെ ഇത് കൊടുക്കണം. ഇടയ്ക്കും തലയ്ക്കും ഞാൻ മറന്നു പോകും, അതുള്ള കാര്യം. അവന് ഇഷ്ടമൊക്കെ തന്നെയാണ് കുടിക്കുന്നത്. എന്താ പറയുക, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് അവനങ്ങോട്ട് തരുന്നില്ല കേട്ടോ. അതിന് ചെറിയ മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് ആൾക്ക് കുടിക്കുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും അത് വലിയ കുഴപ്പമില്ലാണ്ട് കുടിച്ചതിന് ശേഷമാണ് ഒരാൾ കൂടി എണീച്ച് വരുന്നത്. അക്കു എണീച്ചിൻ്റെ പൊടി എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അക്കു എണീച്ച് സെറ്റായിട്ട് വരുന്നുണ്ട്. അവൾക്ക് ചെറിയൊരു പനിയും ചീറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ വരുന്നുണ്ട്. അതിന് ശേഷം പിന്നെ അവൾക്ക് വണ്ടിയിലിരിക്കണം. അങ്ങനെ അവളെയും വണ്ടിയിലിരുത്തി അവർ റൗണ്ടൊക്കെ കറങ്ങിയതിന് ശേഷം അവൾ അപ്പം പോവാണ് കേട്ടോ. അപ്പോൾ അവന് ടാറ്റൊക്കെ കൊടുത്ത് അവനങ്ങോട്ട് പറഞ്ഞു വെച്ച ശേഷം ഞങ്ങൾ പിന്നെ ചായ കുടിക്കാനുള്ള റെഡി ആവാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നത്, എന്നെ വീഡിയോ എടുക്കല്ലേ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ബക്കറ്റ് സാമ്പാറും ഒരു ചെമ്പ് ഇഡ്ഡലിയും കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം ഞങ്ങൾ ഡൈനിങ് ഹാളിൽ TV-ൻ്റെ മുന്നിലാണ് കഴിക്കൽ. അപ്പോൾ അച്ഛൻ പുതിയ പരിഷ്കാരം കൊണ്ടുവന്ന് ഇനി അവിടുന്ന് കഴിക്കണം. നമുക്ക് എല്ലാവരും വർത്തമാനം പറഞ്ഞിട്ട് നമ്മളെ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുക എല്ലാവർക്കും കൂടി എന്ന് പറഞ്ഞിട്ട്. മറ്റേ TV കണ്ട് അങ്ങനെ കഴിക്കലല്ലേ, അതായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഒരു കൊടുന്ന നിയമമായതുകൊണ്ടാണ് അത് പോട്ടെ. എന്തായാലും അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടും, എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിക്കണം. അപ്പോൾ അവന് ഈ അലമ്പുണ്ടാക്കാണ്ടൊക്കെ അവൻ ആ ചെയറിലിരുത്തി ഒരു പ്ലേറ്റും കൊടുത്ത് അവൻ അവിടെ സെറ്റ് ആവും കേട്ടോ. പിന്നെ നല്ല അടിപൊളി ഇഡ്ഡലി സാമ്പാർ. എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് ഇഡ്ഡലി സാമ്പാർ ദോശ എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് വീട്ടിൽ അധികവും അത് തന്നെയായിട്ട് ഉണ്ടാവുക. പിന്നെ ബാലു എപ്പോഴും പറയും നിങ്ങളെ വീട്ടിലെ ദേശീയ ഭക്ഷണമാണ് നമ്മളെ ദോശ എന്നിട്ടോ. ബാലു വരുമ്പോൾ അധികം ഉണ്ടാവും ദോശ. പിന്നെ അമ്മേൻ്റെ ചായ കൂടി കഴിഞ്ഞപ്പം കുഞ്ഞും വാങ്ങിയിട്ട് പിന്നെ അവർ 3 കളിയും കാര്യങ്ങളൊക്കെ പാത്രം കൊണ്ട് ഫോൺ വിളിക്കുന്ന പോലെ കാട്ടലും കാര്യങ്ങളൊക്കെ എന്നിട്ടും. പിന്നെ അവർ തമ്മിൽ തല്ലായിരുന്നു. അവന് ആ പാത്രം വേണം, ഇവക്ക് ഈ പാത്രം വേണം, പിന്നെ അവളെടുത്ത പാത്രം ഇവനെ വേണം. മൊത്തത്തിലൊരു അലമ്പാട്ടോ. അവളെ കയ്യിൽ എന്തുണ്ടോ അത് അവനെ വേണം നിർബന്ധം കേട്ടോ. പിന്നെ അതിനുശേഷം ഇവനെ പഴം ഇഡ്ഡലി കൊടുത്ത് അവൻ അധികം കഴിക്കാത്തതുകൊണ്ട് പിന്നെ പഴണ്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം അക്കുവിനെ കൊടുത്തപ്പോൾ അവനെ വേണം. അതപ്പോൾ 2-3 വായ ഇങ്ങനെ വാങ്ങിയിട്ടോ. രണ്ടാളും കൂടി പാട്ടൊക്കെ കേട്ടിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് അച്ഛനെ വിളിച്ച് പറയുന്നത് പാമ്പ് 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 എന്ന്. ഓടിച്ചു നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് ജീവനുള്ള പാമ്പെന്ന്. പക്ഷേ കൊന്നിട്ട് കൊണ്ടിട്ടാട്ടോ. എനിക്ക് തോന്നുന്നത് വല്ല കാക്കയോ പൂച്ചയൊറ്റോ കൊണ്ടിട്ടതാവും. പിന്നെ അച്ഛൻ അതങ്ങനെ എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.